ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോൾ നിങ്ങൾക്ക് കൂടി വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡാട്ടോ ഫ്ലവർ ഷോ. പക്ഷേ അവിടെ വന്നപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി ഗൈസ്, ഇത്രയും ഭംഗിയൊന്നും. അപ്പോൾ അധികം ദീർഘിപ്പിക്കണ്ട, നേരെ നമുക്ക് വീഡിയോ പോകാം കേട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നോക്കുമ്പോൾ ഗാന്ധിജിയുടെ സ്ട്രിങ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂ പോയിന്റ് ആണ്. ഒത്തിരി ആൾക്കാർ അവിടെ ചെന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, ഒരു ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ആയിട്ട്. നല്ല രസത്തിലുള്ള പൂക്കൾ, ഇതേ പിന്നെ കുറേ സ്റ്റാച്യൂസ്. ഇതെന്താ ആമയാണോ ഡ്രാഗണിൻ്റെ തലയാണോ എന്നൊന്നും മനസ്സിലാവാത്തൊരു രൂപം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറേ പൂക്കളുകൾ കണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ വണ്ടറടിച്ചു പോയി, ഇത്രയും അധികം വെറൈറ്റി ഉണ്ട്. ഈ കാണുന്ന കാക്ടസ് ഉണ്ടല്ലോ, ഇത് 12 ഡിഫറെൻറ്റ് വെറൈറ്റീസ് തമ്മിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ചെടിയാണ് ഇത്. നെൽസൺ ചേട്ടൻ്റെ ക്രിയേഷനാട്ടോ ഈ കാണുന്നത്. ആളുടെ വീട് കേച്ചേരിയിലാണ്. ഇങ്ങനത്തെ കുറേ വെറൈറ്റീസ് ആളുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചിട്ട് വേണം വരാൻ. ആളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ആളെ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായി കുന്നംകുളം റൈഫിൾ ക്ലബ്ബിൽ ചെയർമാനാണ്, ഒരു ഷൂട്ടിംഗ് പ്ലെയർ ആണെന്നൊക്കെ, ക്ലാസ്സൊക്കെ എടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളാകെ ഞെട്ടിപ്പോയി ഗൈസ്. പിന്നെ ഇതേ വെറൈറ്റി ഓഫ് കാക്ടസുകളൊക്കെ ഞാൻ കണ്ടു കേട്ടോ. പിരി പിന്നെ ആ കാക്ടസിന് മുകളിൽ സ്പിനാച്ചിൻ്റെ ഇല പോലത്തെ സാധനങ്ങൾ, ഇത് വലിയ വലിയ പൂക്കൾ ഗൈസ്. പിന്നെ ലൈവായിട്ട് ഇതേ ഒരു ഓന്തിനെയും കണ്ടു നമ്മളവിടെ. സ്റ്റാച്യൂസ് പോലെ ഇഷ്ടം പോലെ ഇരിക്കണ്ടായിരുന്നു, സ്റ്റാച്ചു ആയിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓരോ ഷോ പീസുകളും ആ ഒരു വെറൈറ്റി ഒരു തീമിലേക്ക് കൊണ്ടുവന്നൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഫ്ലവേഴ്സൊക്കെ കണ്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പച്ച കളറ് ചെടിയിൽ ഇതേ പച്ച കളർ പൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പച്ച കളറിൽ പൂവുള്ളത്. ഒരുമാതിരി ബ്രൊക്കോളി പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേ കുറേ സ്റ്റാച്യൂസിൻ്റെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് അതൊക്കെ പൂക്കളോട് ഉണ്ടാക്കി വെച്ചേക്കണം. നല്ല അടിപൊളി സ്റ്റാച്യൂസൊക്കെ അങ്ങനെ പോണ വഴി നമുക്ക് കാണാമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് സെൻറ്റ് മേരീസ് കോളേജിൻ്റെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒഫീഷ്യൽ പേരുകളായിരുന്നു ഗൈസ്. നമ്മളത് വായിക്കാൻ നോക്കി, എന്നിട്ട് കുറേ ചിരി വന്നു, കാരണം വായിക്കാൻ കിട്ടുന്നില്ല ഗൈസ്. ആകെ കൂടെ എനിക്ക് വായിക്കാൻ കിട്ടിയ ഒരു ഇംഗ്ലീഷ് പേര് ആ കറ്റാർവാഴയിൽ ഇംഗ്ലീഷ് ആയിരുന്നു, എലവേറ. പിന്നെ അവിടെ നിന്ന് നേരെ കുറേ ഷോ പീസുകൾ വീട്ടിൽ വെക്കാവുന്നതിൻ്റെ അടിപൊളി സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് നേരെ വിത്ത് വാങ്ങുന്ന സ്ഥലത്തേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ വിത്തുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ജെറബറ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി പൂവുകൾ താങ്ങാൻ പറ്റാത്ത പേരുകളായിരുന്നു ഗൈസ്. ഈ പൂവിൻ്റെ എനിക്ക് വിത്ത് ഞാൻ മേടിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അതിൻ്റെ പേരെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അങ്ങനെ കാക്ടസിൻ്റെ ഒരു വെറൈറ്റി ഒരുപാട് വിത്തുകളൊക്കെ മേടിക്കാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിൾസിൻ്റെ ഒരു സെക്ഷൻ, പിന്നെ ആന്തൂറിയം, ഓർക്കിഡ് അങ്ങനത്തെ ഒരു സെക്ഷൻ, അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നേരെ ടെക്നോളജീസിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിട്ടോ.
നടന്ന് വിശന്ന് പട്ടിയായി ഗൈസ്, കണ്ണൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് അവസാനമൊക്കെ ഇപ്പോൾ ഫുഡ് സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗോബി മഞ്ചൂരിയൻ ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ചപ്പോൾ ഒരു സമാധാനം ഉണ്ടായി, നല്ല എരി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുലുക്കി സർബത്തും കൂടി ഓർഡർ ചെയ്തു. പാഷൻ ഫ്രൂട്ടാട്ടോ ഞാൻ പറഞ്ഞത്. നന്നായിട്ട് ആ ചേട്ടൻ കുലുക്കി തന്നു, ഒരു ഇഞ്ചി പോലും കുലുക്കാത്ത പോർഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നല്ല സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടായിരുന്നു എടുക്കണ്ടായിരുന്നു, പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു. പിന്നെ കോപ്പിറൈറ്റ് വരുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ പോർഷൻ മ്യൂസിക് കട്ട് ചെയ്ത് ഇടണേ ഗൈസ്. സ്ട്രോ ഒക്കെ വെച്ച് നല്ല ഇളം എരിവ് മുളകൊക്കെ ഇട്ടിട്ടുള്ളൊരു അടിപൊളി ഐറ്റം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുടിച്ച് അവസാനം അവിടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു പാട്ട് പോലെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് അവസാനമായപ്പോൾ ചെറിയൊരു ചെടിയുടെ ഒരു സെക്ഷനും കൂടി ഉണ്ടായിരുന്നു. ഈ മേടിച്ച ചെടികളൊക്കെ വളർന്നാൽ മതിയായിരുന്നു ഗൈസ്. വളർന്നു കഴിഞ്ഞാൽ അടുത്ത എന്തായാലും ഒരു പുതിയ ഒരു വ്ളോഗായിട്ടോ ഷോർട്സ് ആയിട്ടോ ഒക്കെ ഇടുന്നുണ്ട്. വളർന്ന് കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കണേ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.